നമസ്കാരം, ഏവർക്കും സൂപ്പർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സൂപ്പർ കിച്ചണിൽ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു 2 ഗ്ലാസ് ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അവൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസും ശകലം കപ്പലണ്ടി, കുറച്ച് തേങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ച് ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ അവലൊന്ന് കഴുകിയെടുക്കണം. അവലൊന്ന് കഴുകിയിട്ട് നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കണം. അവലെല്ലാം കഴുകി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ച് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം. ഇതിലോട്ട് ഓയിലൊന്ന് ചൂടാകട്ടെ. നമ്മുടെ ഓയില് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനി കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഓയിലിന്റെ അളവ് എത്ര? ഇത് ഞാൻ 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം വരും. 2 പിടി കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇങ്ങനെ 2 പിടി കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ കപ്പലണ്ടി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ കപ്പലണ്ടി എല്ലാം കോരി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു ഇച്ചിരി ആ ഓയിലിൽ തന്നെ ഇച്ചിരി വേണം. പിന്നെ 2 സവാള, ചെറിയ 2 സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് അതില്ല. അതും ഒരു 4 പച്ചമുളക്, ചെറിയ 4 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ കൊത്തിപ്പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൂടെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴഞ്ഞിട്ട് നമുക്ക് ബാക്കി വെജിറ്റബിൾസ് ഉണ്ടാകും. ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം. നമുക്ക് ഇതിലോട്ട് ഇനി വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയൊരു ക്യാരറ്റ് എടുത്ത് ചെറിയ പീസാക്കി അരിഞ്ഞ് ഞാൻ വെച്ചതാണ്. ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി എടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ച ഗ്രീൻ പീസ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാം. എന്തായാലും എല്ലാം കൂടെ ഒരു കളർഫുൾ. നമുക്ക് രീതിയിലോട്ടൊരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂൺ ഉപ്പ്. ഇതൊന്ന് വഴറ്റി നമുക്ക് ഇതൊന്ന് വേവിക്കാം. വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. സ്വല്പം ഒരു 1/4 സ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി. നമുക്ക് ഈ വെജിറ്റബിൾസ് ചേർക്കണമെന്നും നിർബന്ധമില്ല. വെജിറ്റബിൾസ് ചേർക്കപ്പോൾ കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് ഇഷ്ടമല്ല. എന്ന് വരികയും ഈ കപ്പലണ്ടി ചേർത്ത് സ്വല്പം ഉള്ളി ഇതുപോലെ വഴറ്റിയിട്ട് നമുക്ക് അതിലിട്ട് ശരിയാക്കി എടുക്കാം. ഇത് വെജിറ്റബിൾസും കൂടെ ചേർക്കുമ്പോൾ അത്രയും കൂടെ ഹെൽത്തി ആകത്തില്ലേ. അതുകൊണ്ട് വെജിറ്റബിൾസിന് ടേസ്റ്റും ഉണ്ടാവും. മുളക് പൊടിയുടെ ഒക്കെ ക്രാണമൊക്കെ പോയി ലെവലായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനി അവലിട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം.
ഇത് ഡിന്നറിന് വേണേലും അടിപൊളിയാണ്. ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറിനോ ഒക്കെ നമുക്കിത് കഴിക്കാൻ നല്ലതാണ്. നമ്മുടെ അവലെല്ലാം ലെവലായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് തേങ്ങ ഒരു 4 സ്പൂൺ തേങ്ങയോളം ഞാൻ എടുത്ത് വെച്ചതാ, ചിരകി വെച്ചതാ. ഇതോട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനി വറുത്ത് വെച്ച കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി എല്ലാം മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇത് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്ന് തയ്യാറാക്കണമെങ്കിൽ ഇത് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. നമുക്ക് ഇത് ഇച്ചിരി മല്ലിയില ഇട്ട് സ്വല്പം മല്ലിയില തീർന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മുടെ ഇതിന്റെ. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഏട്ടൻ ഇതിന്റെ ടേസ്റ്റ് നോക്കി ഒന്ന് പറഞ്ഞ് ഇതെങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറ. നോക്കട്ടെ, സ്പൂണിനകത്തെടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ടുണ്ട്. നല്ല കിടിലം സംഭവം. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആണോ? കാണാനേ നോക്ക്, നല്ല കളർഫുൾ. അവരൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടെങ്കിൽ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി ഗസ്റ്റുകൾ വരുമ്പം കൊടുക്കാൻ ബെസ്റ്റാ. നമ്പർ 1. ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അടിപൊളി ടേസ്റ്റാ സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇതുപോലുള്ള നല്ല നല്ല വിഭവങ്ങൾ ഇനിയും ഇടുന്നതായിരിക്കും ഞാൻ. എല്ലാവർക്കും ബൈ.